ഈ ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിനെ കുറിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ പാരൻസിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് അവിടുത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പോകുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് ആ ഒരു പ്രത്യേകത എന്ന് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്ത് പറയും? രക്ഷിതാക്കൾക്ക് അമിതമായ ഭാരം ഏൽപ്പിക്കുന്നില്ല ആ. പ്രധാനമായിട്ട്. ഉം. രണ്ട്, കുട്ടികൾക്ക് അവർ വളരെ എൻജോയ് ചെയ്ത് ജോയ്ഫുൾ ആയിട്ട് ഉം. പഠിക്കാനുള്ളൊരു അന്തരീക്ഷം ഞങ്ങളുടെ സ്കൂളിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഉം. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ വരാൻ അവർ വലിയ താല്പര്യം കാണിക്കും. അവർക്ക് രാവിലെ പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകാൻ റെഡിയാകാതെ അവരുടെ ബെഡ്റൂമിൽ അടച്ചിരിക്കുക, അല്ലെങ്കിൽ ആ. ടോയ്ലറ്റിനകത്ത് പുറത്തിറങ്ങാതിരിക്കുക, ആ. അങ്ങനെ ഇഷ്യൂ ഉണ്ടാവില്ല. സാറ്റർഡേ സൺഡേ കൂടി സ്കൂളിൽ പോകണമെന്ന് പറയും. ആണല്ലേ? അതാണ്. ഞാനൊക്കെ പണ്ട് കുഞ്ഞായിരുന്നപ്പോഴേ സ്കൂളിൽ പോകണ്ടെന്നുള്ളതായിരുന്നു രാവിലത്തെ ഒരു 2-2.5 മണിക്കൂർ കരച്ചിലിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതെ. എന്തുകൊണ്ടാണ് ഈ ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിലാണ് നമ്മൾ നോക്കുമ്പോൾ 10ഓളം സ്കൂളുകൾ ഉള്ളത്? അതെന്തുകൊണ്ടാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ ട്രിവാൻഡ്രത്തിനകത്ത് നിൽക്കുന്നത് എനിക്ക് ആ സ്കൂളിൽ നേരിട്ടുള്ളൊരു ആക്സസിബിലിറ്റി വേണമെന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തുടങ്ങിയാൽ ജ്യോതിസുള്ളൊരു റെപ്യൂട്ടേഷനോടെ പേരിൽ അത് വിജയിച്ചെന്നിരിക്കാം. പക്ഷെ അവിടെ കുട്ടികൾക്ക് ജ്യോതിസിൽ കഴക്കൂട്ടത്ത്, ആറ്റിങ്ങൽ, വർക്കല എന്നീ സ്ഥാപനങ്ങളിലും അതുപോലെ പ്രൈമറി സ്കൂളുകളിലും ഒക്കെ കൊടുക്കുന്ന അതേ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മറ്റ് ജില്ലകളിൽ, മറ്റ് പ്രദേശങ്ങളിൽ സാധിച്ചെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നേടിയെടുത്തുള്ളൊരു ഗുഡ് വില്ലുണ്ട്. ആ ഗുഡ് വില്ല് അതിൻ്റെതായ ഒരു ക്വാളിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന അക്സെപ്റ്റൻസും നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയം. അത് ചിലപ്പോൾ എൻ്റെ വെറുതെ ഒരു ആശങ്കയാവാം. ഭാവിയിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ തുടങ്ങി കൂടായികയും ഇല്ല.